അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വിസ്ബറി കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ഫ്യൂഷൻ ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാക്രോണിയും അതുപോലെ തന്നെ ചിക്കനുമാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അധികം സമയം കളയുന്നില്ല, കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കുന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫുഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള സവാള കൊത്തി അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത്തിരി വലിയ സൈസിൽ തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് നടുകീറിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റണ്ട, ആവശ്യത്തിനൊന്ന് വഴറ്റിയാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാടങ്ങ് വഴണ്ടി വരുമൊന്നും വേണ്ട. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് ആയപ്പോൾ ഇത് ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു ഹീപ്ഡ് ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. ഇതിപ്പോൾ ഒരു ആവശ്യത്തിനുള്ള എരിവുണ്ടാവും. ഇതൊന്നും നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. വീണ്ടും നമുക്ക് നല്ലപോലെ ഇതങ്ങ് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊടികളൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളി കൂടി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ്. ഏകദേശം ഒരു 1/2 കിലോ ചിക്കൻ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വാര വെച്ചിട്ടുള്ള ചിക്കനാണ്. നമുക്ക് ഇത് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള ഈ മസാലയൊക്കെ ചിക്കനിൽ ശരിക്കും പിടിച്ചു വരുന്ന രൂപത്തിൽ അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അടുത്തതായി കുറച്ച് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇളം ചൂടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ കപ്പ്, ഗ്ലാസ് അളവ് പറയുകയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളത്തോളം ഏകദേശം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പമുള്ള തേങ്ങയുടെ പകുതി ഭാഗം ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ചെറിയുള്ളിയാണ്. ഒരു 2 ചെറിയുള്ളി തൊലി കളഞ്ഞത്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി കൂടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണിത്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ മുഴുവൻ പെരിഞ്ജീരകം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിൽ ഒന്ന് വറുത്തെടുക്കുകയാണ്. നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് കുറച്ച് വേപ്പില കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഏകദേശം പായി വന്നിട്ടുണ്ട്. 5-6 മിനിറ്റാണ് നമ്മളിപ്പോൾ ഇത് വറുത്തെടുത്തത്. മൊത്തത്തിൽ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നല്ല പോലെ അങ്ങ് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇവിടെ എടുത്തിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം പകുതി ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 1.5 ലിറ്ററോളം വെള്ളം ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മക്രോണി വേവിച്ചെടുക്കാനുള്ള വെള്ളമാണ് ഇത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മാക്രോണിയൊക്കെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 കിലോ മാക്രോണിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാക്രോണിയൊക്കെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് പൊട്ടിപ്പോകരുത്. ഈ ഒരു പരുവാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഒരെണ്ണം എടുത്തൊന്ന് കടിച്ച് നോക്കിയാൽ മതി ആയിട്ടുണ്ടോയെന്ന്. ഏകദേശം ഒരു 5 മുതൽ 6 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ടുള്ള ഒരു വേവാവും. അപ്പം നമുക്കിതൊന്ന് വാർത്തെടുക്കാം. ഇപ്പം നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം.
മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് അത്യാവശ്യം ചാറുള്ളതാണ് നല്ലത്. കാരണം ആ ചാറിൽ കിടന്നിട്ട് നമ്മുടെ മക്രോണി അങ്ങോട്ട് വെന്ത് വരുമ്പോഴാണ് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം മല്ലിയില ഇടുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തവർ ഇത്രയും ഇടേണ്ട ആവശ്യമില്ല. മല്ലിയില കൂടി ചേരുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു ഡിഷിന് ഉണ്ടാവുക. നമ്മുടെ തേങ്ങ കൂടി ചേർത്തിട്ടുള്ള ഈ ചിക്കൻ്റെ കറി ഒന്ന് തിളച്ച് വരണം. ഒരുപാട് തിളയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. ഇപ്പം നോക്കിയാൽ കാണാം സൈഡിലൂടെയൊക്കെ തിള വരുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ഇതൊന്ന് താളിക്കണം. താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. 4-5 ചെറിയുള്ളി ചെറിയ പീസായിട്ട് ഞാനിവിടെ അരിഞ്ഞു വെച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ താളിച്ചത് ഞാൻ ദേ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലേവർ പോവാതിരിക്കാനായിട്ട് അപ്പം തന്നെ നമ്മളത് മൂടി വയ്ക്കണം. നമ്മുടെ ചിക്കൻ കറി ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ മാക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇനി നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് കുത്തി ഇളക്കരുത്, പതുക്കെ ഇളക്കാവൂ. നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ശരിക്കും നമ്മുടെ മാക്രോണിയിലേക്ക് ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ചാറാക്കി എടുത്തതും അതിന് വേണ്ടിയിട്ടാണ്. ആ ചാറൊക്കെ ശരിക്കും ഇതിൽ പെരണ്ടു വരും. ഇപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ ശരിക്കും നമ്മുടെ മാക്രോണിയിൽ പിടിച്ച് വന്നിട്ടുണ്ട്, ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഡിഷ്. അപ്പം നല്ല യമ്മി ആയിട്ടുള്ള ഈ ഒരു ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇൻ അഡ്വാൻസ്. ബൈ. അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ്ബറി.